അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്താക്രമണത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന ഇറാന് ആഭ്യന്തര ശത്രുക്കളും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന് ഇറാനിൽ ഏജന്റുമാരുണ്ടെന്നത് രഹസ്യമല്ല. എന്നാൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്നയാൾ പോലും മൊസാദിന്റെ ചാരനായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു പേരുണ്ട്: ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനി. ഇറാന്റെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവൻ. ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ആയത്തുള്ള അലി ഖമനേയിയെ ഒറ്റുകൊടുത്തത് ഇസ്മായിൽ ഖാനിയാണോ? ഒൻപത് ജന്മമുള്ള മനുഷ്യൻ ഇസ്മായിൽ ഖാനി എന്ന 68-കാരനെ ചിലർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ട മനുഷ്യൻ. അതാണ് ആ വിളിപ്പേരിന് കാരണം. എന്നാൽ അതെല്ലാം ഒത്തുകളിയായിരുന്നു. ഖമനേയി കൊല്ലപ്പെട്ട ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ഖാനി അവിടെ നിന്ന് പോയത് എല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ്. ജനുവരിയിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഖുദ്സ് സേനയുടെ കമാൻഡറായി ഇസ്മായിൽ ഖാനി ചുമതലയേറ്റത്. മധ്യേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യം കെട്ടിപ്പടുക്കുന്നതിനും ആയുധം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ചുമതല ഖുദ്സ് സേനയ്ക്കാണ്. 2020-ലും 2024-ലും 2025-ലും ഒക്കെ ജനറൽ ഖാനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഖാനിയെ സംശയനിഴലിലാക്കുന്ന ചില റിപ്പോർട്ടുകളും മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഖാനി നേതൃത്വം വഹിക്കുന്ന കാലത്ത് ഇറാന് വേണ്ടപ്പെട്ട പല പ്രമുഖരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിനെത്തിയപ്പോൾ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഇറാന്റെ നിരവധി കമാൻഡർമാരും ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹനിയെ ഇസ്രായേൽ വധിച്ചത് ഇറാൻ ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. ടെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ ഇസ്മായിൽ ഖാനി ഹനിയെ സന്ദർശിച്ച് അധികം വൈകാതെയായിരുന്നു ആ കൊലപാതകം. ഖാനി നൽകിയ രഹസ്യവിവരങ്ങൾ അനുസരിച്ചായിരുന്നു ആ കൊലപാതകങ്ങളെന്നാണ് അഭ്യൂഹങ്ങൾ. സമാനമായ രീതിയിൽ ഖമനേയിയെ ഒറ്റുകൊടുക്കാനും ഖാനി മൊസാദുമായി ഒത്തുകളിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇത് വ്യക്തമായതോടെ ഇസ്മായിൽ ഖാനിയെ ഇറാൻ കൊലപ്പെടുത്തിയതായും സ്ഥിരീകരിക്കാത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് UAE-ലെ ദി നാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമനേയി കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് ഖാനി അവിടെ നിന്ന് മാറിയെന്നതാണ് ഇറാന് സംശയമുണ്ടാകാൻ കാരണം. ഒരു മൊസാദ് ഏജന്റ് ഖമനേയിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ടുകളും വിരൽ ചൂണ്ടിയത് ഖാനിയുടെ നേർക്കാണ്. ഖാനിയുടെ മുൻകാല ചെയ്തികളിൽ സംശയമുണ്ടായിരുന്ന ഇറാൻ ഉന്നത സ്ഥാനത്തുള്ള ആ ജനറലിനെ അറസ്റ്റ് ചെയ്തെന്നും പിന്നീട് വകവരുത്തിയെന്നുമുള്ള റിപ്പോർട്ടുകൾ വാസ്തവമാണ്. ഖാനിയെ സംബന്ധിച്ച റിപ്പോർട്ടുകളോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ് മൊസാദിന്റെ പ്രവർത്തന ശൈലി. ശത്രുസേനകളിൽ പലതവണ നുഴഞ്ഞുകയറിയ പാരമ്പര്യവും അവർക്കുണ്ട്. ഖുദ്സ് സേനയിൽ വരെ ഇസ്രായേൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് മുമ്പ് വെളിപ്പെടുത്തിയതും ഈ സമയത്ത് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഖാനിയെ വലയിലാക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്തായാലും കൃത്യമായ തെളിവുകൾ കിട്ടാതെ ഇറാൻ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കില്ല. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പോലെ ഖാനി നടപടി നേരിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഇക്കാലം അത്രയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ശത്രുരാജ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ ഖാനിയെപ്പോലൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അപ്രത്യക്ഷമായത് സംബന്ധിച്ച് അധികനാൾ മൗനം തുടരാൻ ഇറാന് കഴിയില്ല. അതേസമയം തന്നെ ഇസ്മായിൽ ഖാനി സുരക്ഷിതനാണെന്ന് അവകാശപ്പെട്ട് മറ്റു ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഖാനി പൊതുമധ്യത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായാണ് ചില വിദേശ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഖാനി ചോദ്യം ചെയ്യലിന് വിധേയനായെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. മുമ്പും പലതവണ അപ്രത്യക്ഷനാവുകയും വീണ്ടും പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം. എന്തായാലും ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലെ പഴുതുകൾ സജീവ ചർച്ചയായിട്ടുണ്ട്. ഇസ്മായിൽ ഖാനി ഒരു ചാരനായിരുന്നു എന്നതിന് സത്യമറിയാൻ ഇറാനിയൻ അധികാരികൾ സ്ഥിരീകരിക്കും വരെ പുറം ലോകത്തിന് കാത്തിരിക്കേണ്ടി വരും. അത് സത്യമാണെങ്കിൽ മൊസാദിന്റെ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായി ഖാനിയുടെ ജീവിതം മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.